നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. സ്പന്ദനം കാക്കുവാൻ ഏതനിൽ സഹജീവിയാക്കിയല്ലോ. നാം അധിവസിക്കുന്ന ഭൂമി മനോഹാരിതയിൽ സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തി പരിസ്ഥിതി ദിനാചരണങ്ങൾക്ക് തുടക്കമായി. ജൂൺ 9 ഞായർ പരിസ്ഥിതി ഞായറായി മലങ്കര മാർത്തോമ സുറിയാനി സഭ വേർതിരിച്ച് ആചരിക്കും. പരിസ്ഥിതി കമ്മീഷൻ തയ്യാറാക്കിയ ആരാധനാക്രമം അനുസരിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ആരാധനയ്ക്കായി ഉപയോഗിക്കും. കമ്മീഷൻ തയ്യാറാക്കിയ ഭൂമിഗീതങ്ങളിലെ സൃഷ്ടി തൻ ഉറവിടമായ നാഥ, പാടാൻ മറന്നുപോയി എന്നീ ഗാനങ്ങൾ ആരാധനാ മധ്യേ ഗായക സംഘങ്ങൾ ആലപിക്കും. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ സഭാ ആസ്ഥാനത്തും വിവിധ സ്ഥാപനങ്ങളിലും ഭദ്രാസനങ്ങളിലും ഇടവകകളിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗവുമായി സഹകരിച്ച് സഭാ ആസ്ഥാനമായ SCS ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സൗഹാർദ്ദമായി ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ കാര്യവിചാരകത്വമാണ് ദൈവം മനുഷ്യനിലൂടെ ആഗ്രഹിക്കുന്നതെന്നും മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ജീവിക്കേണ്ട ആവശ്യകത ഓർക്കുന്നതല്ലൊരു ദിവസം കൂടിയാണിത്. എല്ലാവർക്കും ഒത്തൊരുമിച്ച് ജീവിക്കാനിടയായിത്തീരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും എല്ലാവർക്കുമുള്ള ഇടം ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായിട്ട് തീരുകയും അങ്ങനെ സന്തോഷകരമായ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരണം എന്നുള്ള ആഗ്രഹത്തോടും ആശംസയോടും കൂടി ഈ ദിവസത്തിൻ്റെ ആശംസകളെല്ലാവരെയും അറിയിക്കുകയും നാം ഒത്തൊരുമിച്ച് ഈ ചെടി ഇവിടെ ഇപ്പോൾ നടുകയും ചെയ്യുന്നു. വികാരി ജനറൽ വെരി റെവറൻ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്കറിയ കോമാട്ട്, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റെവറൻ എബി കെ ജോഷുവ, റെവറൻ മാത്യു വർഗീസ്, മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി റെവറൻ KE ഗീവർഗീസ്, ചാപ്ലൈൻ റെവറൻ ടോണി ഈപ്പൻ, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ റെവറൻ ഡോക്ടർ PT ജേക്കബ്, എബ്രഹാം വർഗീസ്, ട്രഷറർ ജേക്കബ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തിരുവല്ല SC സ്കൂൾ ക്യാമ്പസിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷവും മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു, സ്കൂൾ പ്രിൻസിപ്പൽ ജോൺ K തോമസ്, ഹെഡ് മിസ്ട്രസ് റെന്നി വർഗീസ്, LP വിഭാഗം പ്രഥമ അധ്യാപക ജെസി ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ലിസ എലിസബത്ത്, നിമ്മി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ഞായറായി ആചരിക്കുന്ന 9 ഞായറാഴ്ച സഭാ പരിസ്ഥിതി കമ്മീഷൻ നേതൃത്വത്തിൽ കോട്ടയത്തും കൊട്ടാരക്കരയിലും ഭൂമിഗീതങ്ങളുടെ ആലാപനവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ കൺവീനർ റെവറൻ VM മാത്യു അറിയിച്ചു. കോട്ടയം യെരുശലേം മാർത്തോമ പള്ളിയിൽ ആരാധനയ്ക്ക് ശേഷവും അമ്പലക്കര മാർത്തോമ ഇടവകയിൽ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരവുമാണ് സംഗീത വിരുന്ന് ഒരുക്കുക. മാർത്തോമ സഭയുടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരായ കുട്ടികളെ വരവേറ്റു. PTA-കളുടെ നേതൃത്വത്തിൽ സമ്മേളനങ്ങളും ഒരുക്കി. കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബൂബക്കർ പോഞ്ഞാശ്ശേരി അധ്യക്ഷത വഹിച്ചു. LAC ട്രഷറർ റെവറൻ സൈമൺ കുര്യൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജോയ് പതിക്കൽ, സഭാ കൗൺസിൽ അംഗം തോമസ് K പോൾ, പ്രിൻസിപ്പൽ G ബിജു, അലുമിനൈ രക്ഷാധികാരി ഡോക്ടർ പ്രസാദ് പുന്നൂസ് എന്നിവർ ആശംസകൾ നേർന്നു. പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ ഒരുക്കിയ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി P രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ രാഹുൽ കൊച്ചാപ്പി മുഖ്യ അതിഥിയായിരുന്നു. വെൺമണി മാർത്തോമ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത്
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ ഉദ്ഘാടനം ചെയ്തു. റവറൻ ഡോക്ടർ സജു മാത്യു മുഖ്യ സന്ദേശം നൽകി. തിരുവല്ല നിക്കോൾസൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവ ഉദ്ഘാടനം സബ് കളക്ടർ സഫ്ന നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സഭാ ആത്മായ ട്രസ്റ്റിയും ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഗീത T. ജോർജ്, സ്കൂൾ ബോർഡ് അംഗങ്ങളായ ടിജു M. ജോർജ്, രാജൻ ജേക്കബ്, സ്കൂൾ ചാപ്ലിൻ റവറൻ പ്രകാശ് എബ്രഹാം, പ്രിൻസിപ്പൽ മെറിൻ മാത്യു, വാർഡ് മെമ്പർ അനു സോമൻ എന്നിവർ പ്രസംഗിച്ചു. തെളിയൂർ MCRTയിൽ സിനി ആർട്ടിസ്റ്റും സ്റ്റോറി ബോർഡ് ഡയറക്ടറുമായ കലാഭവൻ സിനാജ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി P. എബ്രഹാം, വാർഡ് മെമ്പർ ഉഷ ജേക്കബ്, ഡോക്ടർ KK ജോൺസൺ, തോമസ് T. ജോർജ്, വർഗീസ് T. കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിഭകൾക്ക് നൽകുന്ന ജവഹർ പുരസ്കാർ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചെന്നൈ, ബാംഗ്ലൂർ, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസനങ്ങളുടെ അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പയ്ക്ക് ലഭിച്ചു. CK ആശ MLA, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി, ഡോക്ടർ VP സുഹൈബ് മൗലവി എന്നിവരാണ് മറ്റു പുരസ്കാര ജേതാക്കൾ. തിരുവനന്തപുരം മന്നം മെമ്മോറിയൽ നാഷണൽ സെന്ററിൽ ആന്റണി രാജു MLAയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി J. ചിഞ്ചുറാണി പുരസ്കാരം സമ്മാനിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൽ സുവിശേഷകരായിരുന്ന ജോൺ VR കൃഷ്ണൻകുട്ടി, സഖറിയ കുര്യൻ, TM ജോസുകുട്ടി എന്നിവർ സജീവ ശുശ്രൂഷകളിൽ നിന്ന് വിരമിച്ചു. 35 വർഷത്തെ അനുഗ്രഹീത ശുശ്രൂഷ ജീവിതത്തിന് ശേഷമാണ് സഖറിയ കുര്യൻ വിരമിച്ചത്. പാലക്കാട്, ചെമ്പനരുവി, ബീഹാർ, സമസ്തിപൂർ, ഭോപ്പാൽ, അട്ടപ്പാടി, മണ്ണാറോഡ്, തുരുത്തിക്കര, ഗുരുവായൂർ, മാരാമൺ ചെപ്പള്ളി, മുക്കോല, പൊള്ളാച്ചി എന്നീ മേഖലകളിൽ സഭയുടെ ഒരു സുവിശേഷകനായി പ്രവർത്തിച്ചു. കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ അനുഗ്രഹീത നേതൃത്വം നൽകിയ ജോൺ VR കൃഷ്ണൻകുട്ടി 35 വർഷം സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പൊള്ളാച്ചി, ആണ്ടിമഠം, ഉദുമൽപേട്ട, ശാലയം എന്നിവിടങ്ങളിൽ സുവിശേഷകനായിരുന്നു ജോസുകുട്ടി. സർവകലാശാല ബിരുദാനന്തര പരീക്ഷകളിൽ 13 റാങ്കുകളുമായി കോഴഞ്ചേരി സെയിന്റ് തോമസ് കോളേജ്. MSc സ്റ്റാറ്റിസ്റ്റിക്സ് 1ാം റാങ്ക് അബിത ജോയ്, 3ാം റാങ്ക് സ്നേഹ TG, 6ാം റാങ്ക് അമൃത S, 9ാം റാങ്ക് നീരജ S. MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ 10ാം റാങ്ക് അഖില R. കുറുപ്പ്. BA ഇംഗ്ലീഷ് 1ാം റാങ്ക് വൈഷ്ണവി വേണുഗോപാൽ, BCom 4ാം റാങ്ക് ഡോണ സാം, BCom 10ാം റാങ്ക് ആതിര സുരേഷ്, BSc ബോട്ടണി 5ാം റാങ്ക് ബ്യൂല ചാക്കോ, BSc ബോട്ടണി 9ാം റാങ്ക് അഖില രാജ്, BSc കമ്പ്യൂട്ടർ സയൻസ് 6ാം റാങ്ക് പ്രിറ്റി മത്തായി, BSc കമ്പ്യൂട്ടർ സയൻസ് 9ാം റാങ്ക് ലിനി തോമസ്, BA ഹിന്ദി 8ാം റാങ്ക് അഞ്ജിത PM എന്നിവരാണ് റാങ്ക് ജേതാക്കളായി കോളേജിന്റെ അഭിമാനം ഉയർത്തിയത്. സർവകലാശാല നാടകോത്സവത്തിലെ മികച്ച വിജയത്തിന് ശേഷം ലഭിച്ച റാങ്ക് നേട്ടം കോളേജിന് ഇരട്ടി മധുരമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം മാനേജർ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ആത്മസമർപ്പണത്തിനും കഠിനാധ്വാനത്തിനും ലഭിച്ച പ്രതിഫലമാണ് മികച്ച വിജയമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. സെയിന്റ് തോമസ് കോളേജിന്റെ കഴിഞ്ഞ 70 വർഷം നീളുന്ന പാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഈ നേട്ടം. ഇത് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജമായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാങ്ക് ജേതാക്കളെ മാനേജർ ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ അക്കാദമിക വർഷം സെയിന്റ് തോമസ് കോളേജ് കേന്ദ്രമാക്കി PhD ബിരുദം നേടിയവർക്കും ഗവേഷണ മാർഗദർശികൾക്കും ഉപഹാരം നൽകി മോട്ടിവേഷണൽ ക്ലാസിന് സഞ്ജു P. ചെറിയാൻ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ ഡോക്ടർ ജോർജ് K. അലക്സ് അധ്യക്ഷത വഹിച്ചു. റവറൻ എബ്രഹാം തോമസ്, ഡോക്ടർ സാറാമ വർഗീസ്, ഡോക്ടർ റെജി K. തര്യൻ, റോയ് മാത്യു കോഴഞ്ചേരി, ഷൈനു കോശി, ജേക്കബ് കോശി, സ്റ്റൈലിൻ M. ഷാജി എന്നിവർ പ്രസംഗിച്ചു. നിക്കോൾസൺ സിറിയൻ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട CWC ചെയർമാൻ അഡ്വക്കേറ്റ് N. രാജീവ് നിർവഹിച്ചു. ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട്, സ്കൂൾ മാനേജർ ഗീത T. ജോർജ്, സ്കൂൾ ബോർഡ് അംഗങ്ങളായ രാജൻ ജേക്കബ്, ടിജു M. ജോർജ്, പ്രിൻസിപ്പാൾ ജയ സാബു ഉമ്മൻ, റവറൻ എബ്രഹാം P. എബ്രഹാം, കൗൺസിലർമാരായ ഷീജ കരമ്പൻകാല, അനു സോമൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ പുതുതായി രൂപം കൊണ്ട UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനം ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. സെപ്റ്റംബർ 29-ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാണ്ടമ മെമ്മോറിയൽ പ്രഭാഷണം കോട്ടയം യെരുശലേം മാർത്തോമ പള്ളിയിൽ നടന്നു. സേവികാ സംഘം പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ അകത്തളങ്ങളിലേക്കുള്ള അധിനിവേശം പുതുലോകമുയർത്തുന്ന വെല്ലുവിളികളും സ്ത്രീപക്ഷ ജാഗ്രതകളും എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന വാർഷിക അസംബ്ലി ലോങ് ഐലൻഡ് മാർത്തോമ പള്ളിയിൽ സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഫിലാഡൽഫിയ ഇടവക വികാരി റവറന്റ് ബിജു പി സൈമൺ ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജോർജ് ഇബ്രഹാം വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ച് ഏക അഭിപ്രായമായി പാസാക്കി. ട്രഷറർ ജോർജ് പി ബാബു ബജറ്റ് അവതരിപ്പിച്ചു. മികച്ച ഇടവക മെസഞ്ചർ മെറിറ്റ് അവാർഡുകൾ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ സമ്മാനിച്ചു. റവറന്റ് PM തോമസ് സമാപന പ്രാർത്ഥന നടത്തി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.